അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരായി തീർക്കുമാറാകട്ടെ. Evangelion Gadishos Moranes Mishayos Barsomayoniso Men Logosum Sobrono Dem Sabar Hayo Furkono Lulmo Valohan Furukadilane Shumshiom Melsudahayadala Wadud Basar Ben Sulto Kadisto Mariam Holenden Hogano Hawain Inal Aramasdul Gabriel Malaka Devasanadil Num Galilail Nasrad Patanadil ദാവീദ് വംശത്തിലുള്ള യൗസഫ് എന്ന പേരുള്ള ഒരുവന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. മാലാഖ അവളുടെ അടുക്കൽ കടന്നു ചെന്നവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ അവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ സമാധാനം എന്താകുന്നു എന്ന് വിചാരിക്കുകയും ചെയ്തു. മാലാഖ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, എന്തെന്നാൽ ദൈവസന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ മഹാനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ ഈ യാക്കോബ് ഗൃഹത്തിന്മേൽ എന്നും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയുമില്ല. മറിയാം മാലാഖയോട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. മാലാഖ ഉത്തരമായിട്ട് അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് കൂടെയും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്നവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയം, ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോകുകയും ചെയ്തു. പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിമയൻ ദൂതൻ മറിയാമിൻ സവിധേ വന്നേവം